രണ്ടുപേരും ഹിൽസ് മാൾ അല്ലേ? എന്തിനാ പോണേ ലച്ചു ഹിൽസ് മോളില്? ടിഫിൻ ബോക്സും പിന്നെ പിന്നെ കളിക്കാനും. ഓക്കെ ലെറ്റ്സ് ഗോ. പിന്നെ നിങ്ങൾ കഴിക്കോ? നിങ്ങൾ കഴിക്കണോ അല്ലേ? വേണ്ട. ഫുഡിൻ്റെ കാര്യം നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. നമ്മളിന്ന് പോണത് എമിറേറ്റ് ഹിൽസ് മോളിലാണ് പോണത്. ഒന്ന് ലച്ചുവിന് സ്കൂൾ സപ്ലൈസ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്, MRൻ്റെ അഡ്വഞ്ചർ പാർക്കാണ്. അത് MR സ്റ്റാഫിനാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ ലച്ചുവിനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ കൊണ്ടുപോകാറുണ്ട്. MR സ്റ്റാഫ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ടോട് കൂടി അവർക്ക് അവിടെ അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഗെയിംസ് അല്ല, ആക്ടിവിറ്റീസാണ്. ഇവിടെ എല്ലാ മോൾസിലും ഉണ്ടാവും കേട്ടോ. ഇതുപോലത്തെ സ്ക്രീന് മാപ്പാണ്. എവിടേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റൂട്ട് കാണിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ സെൻറ്റർ പോയിൻറ്റിലേക്കാണ് വന്നത്. ബാഗൊക്കെ നോക്കാൻ വിചാരിച്ചിട്ട് സെൻറ്റർ പോയിൻറ്റിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഷോപ്പിലൊരു റിമോട്ട് കാർ കണ്ടതോടുകൂടി ആൾ അവിടെ തങ്ങി. പിന്നെ ഈ കാണുന്ന എക്സൈറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് കൈ കിട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞു കിട്ടുക. പിന്നെ വലിയ എവിടെയെങ്കിലുമൊക്കെ കിടക്കണതാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു കുറേ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും. അത് 2 ദിവസത്തിന് ഉണ്ടാവുള്ളൂ എന്ത് കാര്യം കിട്ടിയാലും. ആ എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവും. പിന്നെ അത് പറക്കി വയ്ക്കേണ്ട ബാധ്യത അമ്മമാർക്കാണ്. അപ്പോൾ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ കയറിയപ്പോൾ വിനീഷേട്ടന് കുറേ ഡ്രസ്സൊക്കെ ഇഷ്ടമായി. അപ്പോൾ വിനീഷേട്ടൻ പറഞ്ഞു ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട, ഞാൻ ന്യൂ ഇയറിന് എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. അപ്പം വിനീഷേട്ടൻ പറഞ്ഞു ഒന്നെങ്കിലും എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്. അങ്ങനെ ഈ ഡ്രസ്സാണ് വിനീഷേട്ടന് ഇഷ്ടമായത്. വിനീഷേട്ടൻ്റെ സെലക്ഷൻ എപ്പോഴും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് എന്തും സെലക്ട് ചെയ്ത് തരുന്ന വിനീഷേട്ടനാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലച്ചുവിനെ കളിക്കാനുള്ള അഡ്വഞ്ചർ പാർക്കിലേക്ക് പോവാണ്. അവിടെ ഒരു വലിയ ഒരു ബൊമ്മ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ ഒരു ആപ്പിൾസിൻ്റെ ഒരു സ്ട്രെച്ചറിൽ കുറച്ച് സീറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മോൾ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അധികം ബഹളമൊന്നുമില്ല. ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാമാണ്. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ നിന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ. നമ്മളിതേ അഡ്വഞ്ചർ പാർക്കിലെത്തി. അഡ്വഞ്ചർ പാർക്കിൽ കയറുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിംസ് കളിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്ര ഹൈറ്റ് എനിക്ക് തോന്നുന്നു 120 സെൻറ്റിമീറ്ററാണ് തോന്നുന്നു കുറഞ്ഞത്. അപ്പോൾ അവരുടെ ഹൈറ്റിനനുസരിച്ചാണ് ഇവർക്ക് എത്ര ഗെയിംസിൽ എത്ര ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളത് കാണിക്കണേ. ഇതാണ് ഹൈറ്റ് അവിടെ എഴുതിയിട്ടുണ്ടാവും, എത്ര ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ പറ്റും. കുറഞ്ഞത് എനിക്ക് തോന്നുന്നു 4 ആക്ടിവിറ്റിയോ 5 ആക്ടിവിറ്റിയോ ആണ്. ഏറ്റവും കുറഞ്ഞത് 40 ദിറംസിൻ്റെ ആണ്. അത് ടോഡ്ലേഴ്സിനുള്ളതാണ്, ചെറിയ കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ 99 ദിറംസിൻ്റെ ആണ് എടുത്തത്. അതിൽ ഏകദേശം 5 ഗെയിംസ് വരുന്നുണ്ട് കേട്ടോ. നമുക്കത് കുറച്ചും കൂടി പൈസ കുറവ് കിട്ടും ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലാണ് കേട്ടോ ട്രൈ ചെയ്തത്. ഇതിൽ വെച്ചു ഇപ്പോൾ ഇച്ചിരി കൂടി ഹൈറ്റ് വെച്ചുകൊണ്ടാണ് ഇതിൽ കയറാൻ പറ്റിയത്. മുമ്പ് ഇതിൽ കയറാൻ പറ്റില്ലായിരുന്നു. ഇത് ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ലച്ചുവിൻ്റെ. ഇതിങ്ങനെ ഒരു ടയറിന്മേന്ന് മോളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു ചാട്ടത്തിന് താഴത്തേക്ക് എത്തും. ആൾക്കത് കഴിഞ്ഞപ്പോൾ കിളി പോയിട്ടുണ്ടായിരുന്നു, ഭയങ്കര കിളി പോയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആൾ നെഞ്ചിടിച്ചിട്ടുണ്ട് ശരിക്കും. അപ്പോൾ നമുക്കത് കാണാട്ടെ എങ്ങനെയാണെന്ന്. ഇവിടെ ആക്ടിവിറ്റി ചെയ്യാൻ വരുമ്പോൾ അവർ പ്രത്യേകം ചോദിക്കുന്നത് ഗ്രിപ്പഡ് സോക്സ് ചോദിക്കും. അതുപോലെ തന്നെ സ്പോർട്സ് ഷൂ ആവശ്യമാണ്. പിന്നെ അവർ ഹെൽമെറ്റ്, ഹെയർ ക്യാപ്പ് എല്ലാം ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. ബെൽറ്റ് ഇടേണ്ട ഗെയിംസ് ആണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഇട്ട് കൊടുക്കും. അതുപോലെ വീഡിയോ കാണിച്ചുകൊണ്ട് കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ഗെയിം വരുന്നതെന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും കേട്ടോ. അപ്പം ലച്ചിനെ താഴെ എത്തിയിട്ടുണ്ട്, ലച്ചിൻ്റെ കിളിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മളെടുത്ത് വന്നിട്ട് ഇനി അതിൻ്റെ കഥ പറയലാണ് കേട്ടോ. ഞാനൊക്കെ പേടിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ 2 പേര് മുകളിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് ഇംഗ്ലീഷും പറഞ്ഞിട്ട് മനസ്സിലാവണില്ല, മലയാളവും പറഞ്ഞിട്ട് മനസ്സിലാവണില്ല എന്നൊക്കെ പപ്പയുടെ അടുത്ത് വന്ന് പറയാണ്. ഇനിയുള്ളത് ക്ലൈമ്പിംഗ് ആണ്. 3-4 ടൈപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്. അത് 3 എണ്ണത്തിൽ വെച്ച് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പേ ചെയ്ത് കയറുമ്പോൾ അവരൊരു സ്കാനിങ് ചെയ്യാനുള്ളൊരു
ബാൻഡ് കുട്ടികളുടെ കയ്യമ്മ കെട്ടും. ആ ബാൻഡ് എല്ലായിടത്തും എല്ലാ ഗെയിംസിനും കയറുമ്പോൾ അവർ സ്കാൻ ചെയ്യും. കയറുന്നതിന് മുമ്പ് ആ പെൺകുട്ടി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വേറൊരു പരിപാടിയും കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 30 ദിറംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെന്നയും പിന്നെ ഫേസ് പെയിൻറ്റും ചെയ്തു തരും. ഇത് അടുത്ത ഗെയിമാണ്. അങ്ങനെ ഏകദേശം ലച്ചുൻ്റെ ഗെയിംസൊക്കെ കഴിയാനായി തുടങ്ങി. ഇതും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി ബോംബെ ചൗപ്പതിയിൽ നിന്ന് ഞാനും ബട്ടർ ചിക്കനും കഴിച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ വീട്ടിൽ ചെന്ന് ഉറങ്ങാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ.